അപ്പോൾ ഫാൻസിപ്പാൻ കൊടുമുടിയിലേക്ക് നമ്മൾ ഇന്ന് കേബിൾ കാറിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ്. അത് 8400 അങ്ങനെ എന്താണ്ട് അത്രയും ഹൈറ്റാണ് വരുന്നത്. ഇത് 10300 അടിയാണ് നമ്മുടെ ഫാൻസിപ്പാൻ്റെ ഹൈറ്റ്. അപ്പോൾ അതിൻ്റെ തുഞ്ചത്ത് വരെ നമുക്ക് കേബിൾ കാറിൽ പോകാൻ പറ്റുക, അതായത് ഒന്നും ട്രക്ക് ചെയ്യാതെ യാതൊരു ആയാസവുമില്ലാതെ എത്തിപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണല്ലോ, പ്രത്യേകിച്ച് ട്രക്കിങ് ഇഷ്ടപ്പെടാത്ത എന്നെ പോലുള്ള ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഫാൻസിപ്പാൻ എന്തായാലും പോകണമെന്ന് ഞാൻ കരുതിയാണ് അവിടെ പോയത്. ഇപ്പോൾ സാപ്പ നഗരത്തിൽ നിന്നും ഒരു സൺ വേൾഡ്, നമ്മുടെ വീഗാലാൻഡൊക്കെ പോലെ സൺ വേൾഡ് എന്നുള്ള കമ്പനിയാണ് ഇത് നടത്തുന്നത്. അവിടുന്ന് ഈ 2 ഫ്യൂണിക്കുലാർ ട്രെയിനുണ്ട്. ഫ്യൂണിക്കുലാർ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴനിയിലൊക്കെ ഉള്ള പോലെ, അതായത് മലഞ്ചെരുവിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന പ്രത്യേകതരം ട്രെയിനുകളാണ്. അപ്പോൾ 2 അങ്ങനത്തെ ട്രെയിനിലും കയറണം. അതായത് ആദ്യം ഒരു ട്രെയിനിൽ കയറി നമ്മളൊരു കേബിൾ കാർ സ്റ്റേഷനിലെത്തും. എന്നിട്ട് പിന്നെ കേബിൾ കാറിലാണ് നമ്മൾ കുറേ കിലോമീറ്റർ പോകുന്നത്. എന്നിട്ട് നമ്മൾ വേറൊരു മലയിലെത്തും. അവിടുന്ന് വീണ്ടും ഒരു ഫ്യൂണിക്കുലാർ ട്രെയിനിൽ കയറിയിട്ടാണ് ഈ മലയുടെ മുകളിലെത്തുന്നത്, നമ്മുടെ ഫാൻസിപ്പാൻ മുകൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പാക്കേജാണ്. ആ പാക്കേജിന് ഏകദേശം 3000 രൂപയാണ്. അപ്പം അങ്ങനെ ഞാൻ ആദ്യം ഈ സ്റ്റേഷനിൽ സൺ വേൾഡിൽ പോയിട്ട് അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ആദ്യത്തെ സ്റ്റേഷനിലോട്ട് പോകും. ആ സ്റ്റേഷൻ്റെ പേര് മുവാങ് ഹുവ എന്നാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഈ കേബിൾ കാർ വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തോന്നുന്നത് ഈ കുട്ടികളുടെ കളിപ്പാട്ട ട്രെയിൻ ഉണ്ടല്ലോ ചില പാർക്കുകളിലൊക്കെ ഉള്ള, അതുപോലെയാണ് അത് ഇരിക്കുക. നല്ല ചുമന്ന കളറിൽ വലിയ ജനാലയൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അങ്ങനെ അതിൽ കയറും. അതിലാണ് നമ്മൾ മലയുടെ മുകളിലോട്ട് പോകുന്നത്. ഒരു നല്ല അനുഭവമാണ്. കാരണം ഇങ്ങനെ പതുക്കെയാണ് ഇത് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ മുകളിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ ഇവർ ഈ സൈഡിലെല്ലാം കുറേ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആ ഒരു ഗാർഡനിൽ കൂടെ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറുന്ന പോലുള്ളൊരു ഫീലാണ്. അതിനോടൊപ്പം തന്നെ ആ ട്രെയിനിനകത്ത് നല്ല സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുകളിൽ ആ കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ്റെ അവിടം വരെ എത്തും. അപ്പോൾ അവിടെ നമുക്ക് 2-3 എസ്കലേറ്റർ കയറിയിട്ടാണ് ഈ കേബിൾ കാറിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്റ്റേഷനിലെത്തുക. ഹോയൻ ലിയൻ എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര്. അത് ഈ എസ്കലേറ്ററൊക്കെ കയറി ഞാൻ ഈ സ്റ്റേഷനിലെത്തുമ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 100-500 ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ എങ്ങനെ അത് കണ്ടു തീർക്കുന്നു ചോദിച്ചു. കാരണം ബാവുവിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് വരാം, ഒരു 2 മണിക്കൂറിനകം തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ ബാവു അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ ഇത്രയും തിരക്ക് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവർ അനങ്ങുന്നില്ല, ക്യൂ ഒന്നും അനങ്ങുന്നില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അനൗൺസ്മെൻറ്റ് വന്നു, ഈ കേബിൾ കാറിൻ്റെ സംവിധാനം എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പേര് തിരിച്ചു പോകുന്നു, അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോയാൽ ടിക്കറ്റിൻ്റെ പൈസ കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കാണെങ്കിൽ ആകെ ഒരു സങ്കടമായിരുന്നു. കാരണം ഇത് ശരിക്കും ഇപ്പോഴല്ല, ഞാൻ വിയറ്റ്നാം പോകുന്നതിന് മുമ്പ്, ഒരുപാട് കാലം മുമ്പ്, ഏകദേശം 2016 ഈ കേബിൾ കാർ സംവിധാനം വരുന്നത്. അപ്പോൾ അന്ന് ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതായത് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ഒരു കൊടുമുടിയുടെ മുകളിൽ വരെ കേബിൾ കാറിൽ പോകുന്ന ആ ഒരു അനുഭവിക്കണം എന്നുള്ളത്. അപ്പോൾ വിയറ്റ്നാം പോകുമ്പോൾ ആദ്യം തന്നെ ഇത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു, ഇവിടെ പോകണം എന്നുള്ളത്. ഞാൻ പിന്നെ അവിടെ ഒരു ഒഫീഷ്യൽ ഉണ്ടായിരുന്നു, അയാളുടെ അടുത്ത് വീണ്ടും ഞാൻ പോയി ചോദിച്ചു, നമ്മൾ കുറേ ദൂരെ നിന്ന് വരുന്നതാണ്, ഇതിനു വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു. അതായത് വെയിറ്റ് ചെയ്ത് നോക്ക്, ചിലപ്പോൾ പെട്ടെന്ന് ശരിയാകും, എന്തായാലും ആൾക്കാർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ആ ക്യൂവിൽ നിന്നു. അപ്പോൾ വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു വലിയ ഹോള് നിറയെ ആളായി. അപ്പോഴത്തേക്ക് അവർ അനൗൺസ് ചെയ്തു വീണ്ടും ഇതിൻ്റെ റെസ്യൂം ചെയ്തു എന്ന്. പക്ഷെ റെസ്യൂം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ആ ക്യൂവിൻ്റെ ഒരു നടുക്കാണ്, അടുത്തെങ്ങും ഞാൻ മുന്നോട്ട് എത്തത്തില്ല. പിന്നെ ഞാൻ ആ പഴയ ഒഫീഷ്യലിനെ വീണ്ടും കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഉച്ചയ്ക്ക് ബസ്സുള്ളതാണ്, എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. അതാണ് സോളോ ട്രാവലിൻ്റെ ഒരു ഗുണം. അപ്പോൾ അയാളെൻ്റെ ചോദിച്ചു എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ബാ എന്ന് പറഞ്ഞു. അയാൾ ഏതൊക്കെയോ വഴി കൂടെ കൊണ്ടുപോയിട്ട് ആ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി എന്നെ നിർത്തി. പിന്നെ പെട്ടെന്നായിരുന്നു കേബിൾ കാറിൽ കയറാൻ പറ്റിയത്. അപ്പോൾ കേബിൾ കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നിൽക്കത്തില്ല. ആ കേബിൾ കാർ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഈ സ്റ്റേഷനിൽ വരുമ്പോൾ തന്നെ എല്ലാവരും ചാടിയതിനകത്ത് കയറണം. ഒരു 10-30 പേർക്ക് ഒരു കേബിൾ കാറിൽ കയറാം. എന്നിട്ട് ആണ് നമ്മൾ കേബിൾ ഇതിൽ പോകുന്നത്. അതിലും നല്ല സൗണ്ടും, അത് ഫുൾ ഓപ്പൺ ഈ ഗ്ലാസ് ആണ്, അപ്പം നന്നായിട്ട് കാണാം.
താഴെ ഒരുപാട് ഹൈറ്റിൽ കൂടെ പോകുന്നതുകൊണ്ട് താഴെ കൃഷിയിടം, നമ്മൾ ആ പഴയ ആ റൈസ് ടെറസസ്, അങ്ങനെ രസമാണത് കാണാനായിട്ട്. ചെറിയ നദി, മലഞ്ചെരിവ്, അങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഒരു പോയിന്റിൽ ഹൈറ്റ് കൂടുന്തോറും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും മേഘങ്ങൾ മാത്രമായി മാറും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒന്നുമില്ല, ചുറ്റും വെളുപ്പ് മാത്രം, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതൊന്നും അറിയത്തില്ല. ഇങ്ങനെ ശൂന്യതയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോലെ ഒരു ഫീലാണ്. അപ്പം അങ്ങനെ ഒക്കെ സഞ്ചരിച്ച് ഞങ്ങൾ പിന്നെ ആ യാത്രയുടെ അവസാനത്തിലെത്തി. അവിടെ ഈ പറഞ്ഞ പോലെ കേബിൾ കാർ നിർത്തത്തില്ല, അവർ സ്ലോ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ചാടി ഇറങ്ങണം. അങ്ങനെ അവിടെ ചാടി ഇറങ്ങി. അപ്പം ഞാൻ ഇറങ്ങിയ സ്റ്റേഷൻ ഡോക്യുവൻ സ്റ്റേഷനാണ്. അവിടെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് കുറേ ഷോപ്പിംഗ് മാളുകളിൽ കൂടെ കയറി ഇറങ്ങി വേണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ അവിടെ ഫുള്ള് ഈ വിയറ്റ്നാമിലെ തനത് സാധനങ്ങൾ മാത്രമാണ്, അതായത് ഒന്നും പുറത്തൊന്നുമില്ല. ആ വിയറ്റ്നാമിലെ സാധനങ്ങൾ മാത്രമായിരുന്നു അവിടെ ഫുള്ള് സെയിലിനുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണശാലകളും എല്ലാം ഉണ്ട്. ഞാൻ എന്തായാലും നടന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഫുള്ള് മഞ്ഞ്, മൂടൽ മഞ്ഞ്, അതിൻ്റെ ഇടയിൽ കൂടെ പഗോഡകൾ, പിന്നെ ഈ ഒരു ബുദ്ധ സംഗീതം, എന്നിട്ട് എവിടെയോ ഈ മണി മുഴങ്ങുന്ന ശബ്ദം. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെയർ കയറി മുകളിൽ ചെന്നപ്പോഴത്തേക്ക് വലിയൊരു വെള്ളിയുടെ ഒരു മണി, അതിങ്ങനെ ഒരു ബുദ്ധ സന്യാസിയാണ്, പിന്നെ തടിയുടെ ഒരു ചെറിയൊരു സാധനമുണ്ട്, അത് വെച്ചിട്ടാണ് ഇത് ഇടിക്കുന്നത്. അപ്പം ആ ഇടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ട് വരുമ്പോൾ കുറേ നേരം അവിടെ എല്ലാം ആ സൗണ്ടാണ്. അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. അപ്പോഴാണ് പിന്നെയും നമ്മുടെ ബാബുവിൻ്റെ ഓർമ്മ വന്നത്. ഇവിടെ നിന്ന് ഈ ഡോക്യുവനിൽ നിന്ന് വീണ്ടും ഒരു ഫ്യൂണിക്കുലർ ട്രെയിൻ, ഈ മലഞ്ചെരുവിലൂടെ പോകുന്ന ആ ട്രെയിനിൽ കൂടെ കയറി ആണ് എനിക്ക് ആ ഫാൽസിപ്പാൻ മൗണ്ടൻ്റെ അവിടെ എത്താൻ പറ്റുന്നത്, അതിൻ്റെ കൊടുമുടിയുടെ അവിടം വരെ എത്താൻ പറ്റുക. അപ്പോൾ പിന്നെ വീണ്ടും അവിടെ പോയി. അവിടെയും നല്ല തിരക്കായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ആ ട്രെയിനിൽ കയറി പറ്റി. അപ്പം ട്രെയിനിൽ നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് സൈഡിലൊരു വലിയൊരു ബുദ്ധപ്രതിമയുണ്ട്. വിയറ്റ്നാമിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമയായിട്ടാണ് പറയുന്നത്. അത് നമുക്ക് അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ഫ്യൂണിക്കുലർ ട്രെയിൻ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ പടി കയറി പോകാൻ നമുക്ക് വേണേൽ താഴേന്ന് തന്നെ പടികൾ കയറി പോകാം. അപ്പം പടികൾ കയറിയാലും ഈ ബുദ്ധപ്രതിമയൊക്കെ നമുക്ക് ട്രെയിനിൽ പോയാൽ ബുദ്ധപ്രതിമയുടെ അടുത്തെത്താൻ പറ്റത്തില്ല. അതല്ല, പടികൾ കയറി പോവുകയാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോകാം. അപ്പോൾ ഒരുപാട് പേര് അവിടെ പ്രാർത്ഥിക്കാനൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രാക്ക് മായിലെത്തി. ട്രാക്ക് മായിൽ നിന്ന് പിന്നെ എനിക്കൊന്നൊരു 10-50 സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുമുടിയുടെ മുകളിലെത്തുക. അവിടെ ഒരു പിരമിഡ് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഹൈറ്റ് കാണിച്ചിട്ടൊരു പിരമിഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ വിയറ്റ്നാമിൻ്റെ ഫ്ലാഗും വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാനും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ടു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, എങ്കിലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് എല്ലാം കൂടെ എനിക്ക് തോന്നുന്നൊരു 2-3 മണിക്കൂർ, ആ ഇടയ്ക്കൊരു ഡിലേ ഉണ്ടായിട്ട് പോലും ഒരു 2-3 മണിക്കൂറിനുള്ളിൽ പിന്നെ ഇത് കണ്ട് തിരിച്ചു വരാൻ പറ്റി. തിരിച്ചു വന്ന് പിന്നെ ബാബുവിനോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അന്ന് ഹാനോയിലേക്ക് തിരികെ പോകുന്നു. അപ്പോൾ ഇതായിരുന്നു സാപ്പയുടെ വിശേഷങ്ങൾ. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡ് മുതൽ ഹാനോയിലെ വിശേഷങ്ങൾ പങ്കിടാം. നന്ദി.